എൻ്റെ ഒരു വൈശാഖാണ്. എൻ്റെ പേര് അർജു. നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് അറിയില്ല ഏതാ പോഡ്കാസ്റ്റ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. മറ്റേത് ചില സാങ്കേതിക തകരാറൊന്നുമല്ല. ഒരു മൈക്ക് എടുത്ത് മൈക്കില്ല നമ്മളെ, അതുകൊണ്ട് ഒരു ഹെഡ്സെറ്റ് എടുത്ത് കുത്തി അതിൻ്റെ മൈക്ക് ഇവിടെ നീട്ടി വെച്ച് സംസാരിച്ചു. അത് പോയി. അത് മറ്റേ നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒന്നും കേട്ടില്ല. ബാക്കിയുള്ള എല്ലാ നോയിസ് എല്ലാം അതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ ആണ്. 900 രൂപ വെച്ച് അയ്യമാണ് പറ്റിയെന്ന് എനിക്കറിയില്ല. കിട്ടിയില്ല. 10 സെക്കൻഡ് വീഡിയോ പോയി. ഫോൺ ഹീറ്റ് ആയെന്ന് വെച്ചു. 10 സെക്കൻഡ് 10 മിനിറ്റ് സോറി 10 മിനിറ്റ് പോയി. നമ്മളൊരു ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം നമ്മൾ എന്തെങ്കിലും ആയിട്ട് രക്ഷപ്പെടണമെന്നോ ഇങ്ങനെ ഇരിക്കും. ഫ്രണ്ട്സാണ്, ഒരു 3 വർഷത്തെ പരിചയം അങ്ങനെയുള്ളൂ. കോളേജിൽ ഒരുമിച്ച് പഠിച്ചു 4 വർഷം. 4 വർഷത്തെ പരിചയം അതേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കോളേജിൽ എൻ്റെ ആദ്യ ശത്രു. പക്ഷെ ഇവര് ഞാൻ എങ്ങനെ കമ്പനി ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവര് കൈ കിട്ടിയ അടിക്കുന്ന വിധത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ എങ്ങനെ കമ്പനി ആയെന്ന് ഇവരെ ക്ലാസ്സിലൊക്കെ തന്നെയായിരുന്നു. ഇങ്ങനെ കമ്പനി ആയെന്ന് അറിയാമല്ലേ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെ നമ്മൾ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നു ഓരോ ഇതിലും വരുമ്പോഴത്തേക്കും ചോദിക്കും. അന്നൊട്ടേ നോക്കിയതാ ഏതെങ്കിലും തുടങ്ങണം. മറ്റേ ഹാഷിന്റെ ഒക്കെ വീഡിയോ ഹിറ്റായ സമയത്തൊക്കെ നമ്മൾ വിചാരിച്ച് എനിക്ക് തുടങ്ങാം ഒരു വീഡിയോ. അത് നമുക്ക് ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ഇട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു വീഡിയോ എടുത്ത് ഇവനെ ഞാനും എടുത്ത് നോക്കി ഭയങ്കര ഷോ. ഇത്രയും വെറുത്ത കണ്ടന്റ് അങ്ങനെയായിരുന്നു അവിടെ തുടങ്ങി. പിന്നെ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടണമെന്ന് ഈ ഇടങ്ങി ഈ 12-ാം തീയതി 12-ാം തീയതി സ്ഥലം വരെ പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നിരുന്നു. ഇങ്ങനെ ഒരു സൈഡിൽ ചെന്നിരുന്നു. പശുവൊക്കെ കുറെ ഞാൻ കെട്ടിക്കിട്ടത്. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയോ സംസാരിച്ച് പോത്തും വളരെ ഒന്നും രക്ഷപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ പെട്ടെന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ അങ്ങനെ പ്ലാനിങ് തുടങ്ങിയില്ല. പ്ലാനിങ് അപ്പൊ പോത്ത് കൃഷി തുടങ്ങാന്ന് വിചാരിച്ചു. നമ്മളെ ഇടാൻ പൈസ ഇല്ല, ക്യാപിറ്റൽ. അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്ത്. പക്ഷെ അത് ആ പ്ലാൻ ഉണ്ട്. ജോലിയൊക്കെ സെറ്റായി. ഒരു ജോലിയുണ്ട്, ശമ്പളം അതുകൊണ്ട് ആവില്ല. അതുകൊണ്ട് മാത്രമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, അല്ലാതെ തന്നെ. അപ്പൊ നമുക്ക് ഇതായിട്ട് പറയാം, നമ്മൾ പൈസ കിട്ടിയാണ് യൂട്യൂബ് ചാനൽ. ക്വാളിഫിക്കേഷൻ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് IT ഫീൽഡ്. ഞാൻ എന്തോ കോപ്പിന് വേണ്ടിയിട്ട് ഞാൻ പൈത്തന്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കാണ് അതിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത്. അറിയില്ല, യൂട്യൂബ് നോക്കി ഒന്നേന്ന് ഇനി പഠിക്കണം. നമ്മളിവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് നടത്തിയത്. നമ്മളിപ്പോ പാലക്കാടാണുള്ളത്. നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം. ഇവൻ തിരുവനന്തപുരം, ഞാൻ കൊല്ലം. ഇവിടെ ഒരു ബോർഡറിന്റെ അവിടെ തിരുവനന്തപുരം കൊല്ലം ബോർഡർ. നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യും. അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഷോന്റെ പേര് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പിന്നെ പറയാം. പക്ഷെ അത് ബ്ലോഗിലോട്ട് കൊണ്ടുവരും. നമുക്ക് പോഡ്കാസ്റ്റ് ആയിട്ട് തന്നെ പോകാം. പക്ഷെ പോഡ്കാസ്റ്റ് നിങ്ങൾ എല്ലാവരും കാണുന്ന പോഡ്കാസ്റ്റുകളൊക്കെ ആയിരിക്കില്ല. ഇപ്പൊ എനിക്കും വരും, നമ്മൾ രണ്ടുപേരും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. അടിക്കും, ചിലപ്പോൾ ഇടി വിടും. അതൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. പിടിക്കാത്ത കാര്യം നമ്മൾ നോർമലായിട്ട് പോഡ്കാസ്റ്റ് വരില്ല. നമ്മൾ രണ്ടുപേരും വാർത്താളം വരുന്നത് സംസാരിക്കുന്നത് നിങ്ങൾ കാണാൻ പാടാം. മൂന്നാമതൊരാളെ വേണ്ട, രണ്ടുപേര് വെച്ച് പോട്ടാല്. ആര് രണ്ടുപേര് വെച്ച് അല്ല 3 പേരാകുമ്പോഴത്തേക്കും 2 പേര് വെച്ച് പോയി രക്ഷപ്പെടുവാണെങ്കിൽ ആൾക്കാരെ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഇൻട്രോ ഇതൊക്കെ ഇടും. നമ്മളൊരു പോത്തിന്റെ കച്ചവടത്തിന്റെ ഇതിൽ തുടങ്ങി. അതിൽ മുതൽ മുടക്കാൻ പൈസ ഇല്ലാതുണ്ട്. ഇങ്ങനെ പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ എന്തുകൊണ്ട് നല്ലത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ പോഡ്കാസ്റ്റ് വേണം. പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ തകർത്ത് വിട്ട. എനിക്കിപ്പോ എന്നെ കിട്ടുന്നില്ല.
മറ്റേ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മറ്റേ വീഡിയോ എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ മൈക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കേസിന് ഞാൻ അവിടെ വന്നിരുന്നു. ഞാൻ ഒറ്റ തവണയാണെങ്കിൽ ഒറ്റ തവണ പറ്റുള്ളൂ. അതേപോലെ രണ്ടാമത്തെ തവണ നീ പറയണം. അങ്ങനെ നമ്മൾ തുടങ്ങി. അപ്പൊ പോഡ്കാസ്റ്റിൽ ഇതെന്ന് പറഞ്ഞിട്ട് പോഡ്കാസ്റ്റിന് പേരറിയണം. ഞാൻ പറഞ്ഞ പോഡ്കാസ്റ്റ് തുടങ്ങുന്നെങ്കിൽ എന്തെങ്കിലും ഈ സാധാ പോഡ്കാസ്റ്റ് എല്ലാം മറ്റേ ആധുനികമായിട്ടും പിന്നെ ഈ ഓരോ ടോപ്പിക് എടുത്ത് വെച്ച് സംസാരിക്കുന്നേ. നമ്മൾ ടോപ്പിക് എടുക്കും, പക്ഷെ സംസാരിച്ച് വരുമ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിച്ചൊക്കെ പോകും. അത് കണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ അടുത്തിരുന്ന വീഡിയോസിൽ നിങ്ങളൊരു ടോപ്പിക് പറഞ്ഞാൽ നമ്മൾ അത് വെച്ച് സംസാരിക്കാം. ചിലപ്പോ ഈ വീഡിയോ 1-2 വീഡിയോ ചിലപ്പോ നമ്മൾ നിർത്തിക്കളയുകയും നിർത്തിക്കളയാ അതൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ടോടൊക്കെ ഇരിക്കും. നിർത്തിക്കളയാനൊക്കെ പക്ഷെ നിർത്തിക്കളയാൻ പാടില്ല. നമ്മൾ ആ കോൺഫിഡൻസിൽ പോകണം. നിർത്തിക്കളയാനല്ല ചിലപ്പോ. എനിക്ക് വിവരം തന്നെ എത്ര യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയാം. എത്ര യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയാം. ആരോ ഊന്നിക്കൂട്ടത് ആരാണ് കൊട്ടുന്നുണ്ട്. ഞാൻ എനിക്ക് വരെ ഇരുന്നിട്ട് എത്ര യൂട്യൂബ് ചാനലുണ്ട്? 3. ഒന്ന് പേഴ്സണൽ, ഒന്ന് ഫേക്ക്, ഒന്ന് വീഡിയോ ചാനലായിട്ടില്ലേ? എനിക്കും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പണ്ട് തൊട്ടേ തുടങ്ങിയതാ. ഒന്നിനും ക്ലിക്കായില്ല. 2018 തുടങ്ങിയ പേഴ്സണൽ. ഞാൻ 2019 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാ. അതിന് രക്ഷപ്പെട്ടില്ല. അത് ഗെയിമിംഗ് ചാനലായിട്ട് ആദ്യം വീഡിയോ എഡിറ്റിംഗിന്റെ ആപ്പായിരുന്നു, പിന്നെ ട്രോളിന്റേതായിരുന്നു, ഗെയിമിംഗ് ആക്കി. അത് എല്ലാം മാറി. ഞാൻ ഗെയിമിംഗ് തുടങ്ങി, പിന്നെ അത് ഇതൊക്കെ ആയി, അങ്ങനെ പിന്നെ എഡിറ്റിംഗ് ആയി. ഇതിലും വലിയ പച്ചപ്പൊന്നും ഇല്ല. അങ്ങനെ പോവുകയാണ്. പിന്നെ പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പോഡ്കാസ്റ്റ്. ഈ അറിയില്ല എന്നൊരു പേര് വന്നത്. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ ഈ പേരിട്ടാ കൊള്ളാം. ഈ പേരല്ല, വേറൊരു പേര്. തമ്പനയിൽ ഇടുമ്പോഴത്തേന് തമ്പനയിൽ എനിക്ക് ഞാൻ ഇടാ എങ്ങനെയെങ്കിലും കാർട്ടൂൺ കണക്കെ ചെയ്യാം. ഞാൻ തട്ടിക്കൂട്ടിയാണ് ആ പോസ്റ്റ് മറ്റേ ഡീപ്പ് ചെയ്തേക്കുന്നത്. റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തത്. നിങ്ങളെ കണ്ടാ അത് യാദൃച്ഛികമായിട്ടാണോ വിചാരിക്കട്ടെ. നമ്മൾ മാറ്റും. പണ്ടൊക്കെ സെറ്റായിട്ട് നമ്മൾ നല്ല ആൾക്കാരെ കൊടുത്ത് ചെയ്യും. ഫോട്ടോ കാണുമ്പോ പലരുടെയും ചാനലിന്റെ ഫ്രണ്ടായിട്ടൊക്കെ തോന്നുമെങ്കിലും അതല്ല യാദൃശ്യം. അങ്ങനെ ഒരിക്കൽ ഞാൻ അവരുടെ കഴിച്ചു ഇവിടെ അറിയില്ല എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് പേരിടാൻ കാരണം വെച്ചാൽ ഇവൻ ഞാൻ എന്താ ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു ഇങ്ങനെ അറിയില്ല. അതിനാണ് ഈ സമയം വോയിസിന്റെ അത് കിട്ടിയില്ലേ? ഇല്ല, നിർത്തി. ഞാൻ പോട്ടെ. ഇല്ല, ഓണാക്കിയാൽ എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം. ഞാൻ അവിടെ ചെറിയ കുത്തി അതിന് ഓണായാൽ ക്ലിക്കൊന്നും കേട്ടിട്ടില്ല. ഇപ്പൊ നമ്മളോട് നീ ചുമ്മാ സംസാരിക്കുന്നേ അങ്ങനൊന്നുമില്ല. നമ്മളെന്തായാലും പച്ചയായിട്ട് നിങ്ങളെ സംസാരിക്കും. ഫോൺ മാറിയിട്ട് ക്യാമറയാവും. ട്രൈപോഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ട്രൈപോഡ് ഓർഡർ ചെയ്തു. ട്രൈപോഡ് എന്തായാലും ബേസിക് കാര്യമായോണ്ട് ഈ ഓർഡർ ചെയ്തു. ഞാൻ അവന്റെ പൈസ ട്രൈപോഡ് മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇനി എത്ര എനിക്ക് അറിയില്ല ആരാണോ കട കാറ്റാണോ ഇനി എന്തെങ്കിലും ആണോ. എന്തായാലും നമ്മള് ഇതിൽ നോക്ക്, നീ അങ്ങോട്ട് കുഴപ്പമില്ല, നീ നോക്ക്. നമ്മളിപ്പോ തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ഇൻട്രോ. നമ്മളെന്തായാലും ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കാം. നിങ്ങൾക്ക് ആ ടോപ്പിക് എല്ലാം തരാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടോപ്പിക്ക് ഇന്ന ടോപ്പിക്കാണെന്ന് എഴുതിയില്ല. നമ്മൾ ആ ടോപ്പിക്കിനെ പറ്റി എന്നെ സർച്ചൊന്നും ചെയ്യില്ല. ഇവിടെ ഒന്ന് സംസാരിക്കാം. അതിൽ കാര്യങ്ങളൊന്നും കിട്ടുന്നത് അതാണ് സംഭവം. തീർന്നില്ല പോവേ. അപ്പം നമ്മള് തുടങ്ങുകയാണ്. നിങ്ങൾ ഷെയറും സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സും എല്ലാം സബ്ബും എല്ലാം വേണം. ഇവന്റെ ഫേക്ക് അക്കൗണ്ടിൽ നിങ്ങൾ സബ് ചെയ്യും, എന്റെ ഫേക്ക് അക്കൗണ്ടിൽ ഞാൻ സബ് ചെയ്യും. ലൈക്ക് ചെയ്യും. അല്ലാതെ വേറെ പക്ഷേ ബാക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ തരുന്ന കണ്ടന്റ് വെച്ച് ഇവിടെ ഇരുന്ന് ഇവിടെ അല്ല, ചിലപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ്, ഇന്ന് നമ്മൾ വണ്ടി എടുത്തങ്ങ് പോകും നമ്മുടെ സ്ഥലത്ത് പോകും. ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കും ഇത്ര പിക്ചർ പറയണ്ട വൈകിട്ടേ അവനോടൊക്കെ ചാനലിന്റെ കാര്യമേ എടുത്തിട്ട് ഒരു വ്യൂ ഞാൻ എന്തെങ്കിലും 7 8 ലൈക്കും ഉണ്ട്.
മതി. ചാനല് തുടങ്ങിയല്ല, #hashtag പറഞ്ഞിട്ടൊന്നും തുടങ്ങിയില്ല. ചാറ്റ് വെച്ച് ഒരു #hashtag കുറെ ആകെ ഷെയർ ചെയ്യണം, എത്ര സമയത്ത് ഇടണം, ഫോൺ ഹീറ്റായി കാണും. അപ്പൊ നമ്മൾ നിർത്തുകയാണ്. നിർത്തുകയാണ്.